അങ്ങനെ നമ്മുടെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എൻ്റെ അമ്മച്ചിയുടെ റെസിപ്പികളിൽ എൻ്റെ ഒരു ഫേവറേറ്റ് റെസിപ്പിയാണ് ഈ എരിശ്ശേരി. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നിങ്ങൾ ചെയ്യാൻ മറക്കരുത്. അപ്പോഴാണ് എരിശ്ശേരിക്ക് നല്ലൊരു രുചി കിട്ടുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എരിശ്ശേരിയാണ്. കരുതൽ എന്ന പരമ്പരയിലെ 20ാമത്തെ വീഡിയോ ആണിത്. വളരെ സിമ്പിളായിട്ട് നല്ലൊരു എരിശ്ശേരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 240 ml അളവ് ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് നിറയെ വൻപയർ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് വൻപയർ കുറച്ച് നേരം കുതിരാൻ വേണ്ടി വെക്കണം. കൂടുതൽ സമയം വെള്ളത്തിലിട്ട് വെക്കരുത്. അങ്ങനെ ചെയ്താൽ വൻപയറിൻ്റെ ചുവ മാറിപ്പോകും. ഒരു 15 മിനിറ്റ് നേരം വെച്ചാൽ മതി. ആ സമയത്ത് എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ട മത്തങ്ങ അരിഞ്ഞെടുക്കാം. നമ്മളിവിടെ 1/2 കിലോ മത്തനാണ് എടുത്തിരിക്കുന്നത്. നല്ല മൂത്ത് പാകമായ മത്തനാണ് എരിശ്ശേരി ഉണ്ടാക്കാൻ നല്ലത്. ഇത് നമുക്ക് തൊലിയും കുരുവും കളഞ്ഞ് കഷ്ണങ്ങളാക്കി കഴുകിയെടുക്കാം. തീരെ ചെറുതായി പോകാതെ ഈ വലുപ്പത്തിൽ നമുക്ക് മത്തങ്ങ മുറിച്ചെടുക്കാം. ഇനി നമുക്ക് മത്തങ്ങയും വൻപയറും ഒരു കുക്കറിൽ വേവിച്ചെടുക്കാം. അതിനായിട്ട് കുതിരാൻ വെച്ചിരിക്കുന്ന വൻപയർ വെള്ളം ഊറ്റി കളഞ്ഞ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മത്തങ്ങ ഇട്ട് കൊടുക്കാം. ഒന്ന് നിരത്തി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. എല്ലാം ഒന്ന് ജസ്റ്റ് മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. നന്നായി വേവാൻ ഏകദേശം 4-5 വിസിൽ വേണ്ടി വരും. 1ാമത്തെ വിസിൽ അടിച്ചു കഴിഞ്ഞാൽ തീ കുറച്ച് വയ്ക്കണം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റു ചേരുവകൾ തയ്യാറാക്കാം. നമ്മളിവിടെ 10 അല്ലി വെളുത്തുള്ളി, 10 ചെറിയുള്ളി, 1 മുറി തേങ്ങ എന്നിവ എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരവിയെടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയും ചെറുതായി ചതച്ചെടുക്കാം. തേങ്ങാപ്പീര വലുതാണെങ്കിൽ മിക്സിയുടെ ജാറിൽ ഒരു പ്രാവശ്യം കറക്കിയെടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കാം. അതിനായിട്ട് നമുക്കൊരു പാത്രം ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 5 വറ്റൽമുളക് ചേർക്കാം. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. മുളക് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ഒന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി, വെളുത്തുള്ളി ചേർക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി വഴന്നു വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. മുളക് ഒരുവിധം മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി മീഡിയം ഫ്ലെയിമിൽ തേങ്ങ നന്നായി വറുത്തെടുക്കാം. കൂടുതൽ ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. തേങ്ങ ഒരു മീഡിയം ലെവലിൽ 2-3 മിനിറ്റ് മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി. തേങ്ങ ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറും മത്തനും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എരിശ്ശേരിക്ക് ചെറിയൊരു മധുരം നല്ലതാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർക്കുന്നുണ്ട്. ശർക്കര പൊടിച്ചാണ് ചേർക്കുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്യാം. മധുരം നോക്കി മാത്രമേ ശർക്കര ചേർക്കാവൂ. മത്തങ്ങ നല്ല മൂത്ത് പഴുത്തതാണെങ്കിൽ മധുരം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ശർക്കര ചേർക്കരുത്. ഇത് നിങ്ങൾ ചെയ്യാൻ മറക്കരുത്. അപ്പോഴാണ് എരിശ്ശേരിക്ക് നല്ലൊരു രുചി കിട്ടുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അടിച്ചു വിടാനും മറന്നു പോകരുതേ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എൻ്റെ അമ്മച്ചിയുടെ റെസിപ്പികളിൽ എൻ്റെ ഒരു ഫേവറേറ്റ് റെസിപ്പിയാണ് ഈ എരിശ്ശേരി. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് അഭിപ്രായങ്ങൾ പറയണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.